മാറാട് വെളിച്ചെണ്ണ കമ്പനിയിലെ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. JCB ഉപയോഗിച്ച് ചുമർ പൊളിച്ചകത്ത് കയറാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ഡെല്ല സർ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ഡെല്ല, അപ്പോൾ ഈ തീപിടുത്തം അത് പൂർണ്ണമായി തീയണയ്ക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയ നാശനഷ്ടങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീപിടുത്തമായിരിക്കും. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നുണ്ടല്ല? ജിൽസി, തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായൊരു 8.5 മണിക്കൂറോളം എടുത്ത ഒരു ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. എന്നാൽ തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിയന്ത്രണ വിധേയമായിരിക്കെ തന്നെ അതിന്റെ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രി 10:30-ഓടെയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. അതായത് വൻ തീപിടുത്തമാണ് ഇവിടെ സംഭവിച്ചത്. കൊപ്ര ഉണക്കാനായിട്ട് ഇട്ടിരുന്നു. ആ ഡ്രയറിൽ നിന്ന് തീ പടർന്നതാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിൽ തീപിടുത്തമുണ്ടായി അത് 10 മിനിറ്റ് കൊണ്ട് തന്നെ മുഴുവനും കത്തി നശിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇവിടെ വളരെ വലിയ രീതിയിൽ തന്നെ വ്യവസായം നടക്കുന്ന ഒരു വലിയൊരു മില്ലാണിത്. കോഴിക്കോട് ബേപ്പൂരിലുള്ള വെസ്റ്റ് മാഹിയിലാണ് ഈ ഒരു മില്ല് പ്രവർത്തനം നടക്കുന്നത്. രേണുക എന്ന് പറയുന്ന മില്ലിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ഇന്നലെ 10:30-ഓടെ ഇത് തീപിടുത്തം ആരംഭിച്ച് ഇത്രയും സമയമായിട്ടും അത് പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇതിൽ 13 യൂണിറ്റ് ഫയർ യൂണിറ്റ് ഇപ്പോഴും ഇവിടെ സ്ഥലത്തുണ്ട്. ഇതിൽ 2 യൂണിറ്റാണ് ഉള്ളത്. ബാക്കി യൂണിറ്റുകൾ വെള്ളം നിറയ്ക്കാനായിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ്. 15ഓളം യൂണിറ്റുകളാണ് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒപ്പം മലപ്പുറം ജില്ലയിൽ നിന്നും ഇവിടെ ഫയർ യൂണിറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടികളുടെ നഷ്ടം, 4 കോടിയിൽ മുകളിൽ നഷ്ടമാണ് ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കുന്നത്. ഇപ്പോൾ പോലീസ് മേധാവികൾ പലരും ഇവിടെ ഇപ്പോൾ എത്തി സ്ഥലം നിരീക്ഷിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തീ അണയ്ക്കാനായിട്ട് അകത്തേക്ക് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇവിടെ JCB ഉപയോഗിച്ച് ചുമർ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്ന് ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് സംഘം എന്ന് പറയുന്നത്. ഇത് വളരെ വലിയ ഒരു നാശനഷ്ടമുണ്ടാക്കിയ ഒരു തീപിടുത്തമാണ്. ഇതിൽ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആളപായം ഒന്നും തന്നെ ഉണ്ടായില്ല. ജോലിക്കാർ ഇല്ലാതിരുന്ന സമയമാണ്. ഇന്നലെ രാത്രി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാത്രി 7:30-യോട് കൂടി ഇവിടെ നിന്ന് ജോലിക്കാർ പോയിരുന്നു. അതുകൊണ്ട് ആളപായമൊന്നും ഇവിടെ ഉണ്ടായില്ല. അതാണ് ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത് വളരെ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു അപകടമാണ്. ഇവിടെ ആളപായമില്ലെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഈ എണ്ണ കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഇവിടെ കെട്ടിടം മാത്രം അവശേഷിക്കുന്ന വിധത്തിൽ മെഷീനുകൾ ഉൾപ്പെടെ എണ്ണ വളരെ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വളരെ വലിയ രീതിയിൽ ഇവിടുത്തെ മെഷീനുകളും എല്ലാം തന്നെ കത്തി നശിച്ചിരിക്കുകയാണ് ജിൽസി. ഒപ്പം പറയാനുള്ളത് ഇവിടെ കൊപ്ര ഒരുപാട് ടൺ കണക്കിന് ടണ്ണുകൾ അളവിലായിരുന്നു കൊപ്ര ഉണക്കാനിട്ടിരുന്നത്. അതുപോലെ ഓണം വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുപാട് ക്യാനുകളിൽ എണ്ണ പാക്ക് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇതിന്റെ സാധന സാമഗ്രികൾ അതെല്ലാം തന്നെ കത്തി നശിച്ചു. ഇതിൽ വലിയൊരു പ്രശ്നം, ഈ തീപിടുത്തം വളരെ രൂക്ഷമാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൽ എണ്ണ നിറച്ചിരുന്ന ലോറി മുഴുവനായും കത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ ടാങ്കറിലുണ്ടായിരുന്ന ഡീസൽ ഒഴുകുകയുണ്ടായി. അപ്പോൾ ഈ കൊപ്ര വളരെ വേഗത്തിൽ തീപിടിച്ചു. ഉണങ്ങിയ കൊപ്രയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീപിടുത്തം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതിൽ തീപിടുത്തം ഇത്രയും വേഗത്തിൽ തീ ആളിക്കത്താനായിട്ടുണ്ടായ കാരണം ഇത് ഉണങ്ങിയ കൊപ്രയാണ് എന്നുള്ളതും ഒപ്പം ഈ ഡീസൽ പരന്നത് അതിനെ വേഗം കൂട്ടി ഈ ഒരു അപകടത്തിന്റെ കൂട്ടി വൻ തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. ഇന്നലെ രാത്രി 10:30-ഓടെ ഉണ്ടായി. ഈ സമയം പോലും 8.5 മണിക്കൂറുകളും കഴിഞ്ഞു. 10 മണിക്കൂറിലോട്ട് കടക്കുമ്പോഴും ഇവിടെ ഈ ഒരു തീപിടുത്തം ഇപ്പോഴും ആ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇവിടെ ഫയർ യൂണിറ്റുകളെല്ലാം ഇവിടെ ഇപ്പോഴും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീ പൂർണ്ണമായി അണയ്ക്കാനായിട്ട്. എന്നാൽ ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ജിൽസി.
തീ നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി 10:30 ഉണ്ടായ തീപിടുത്തമാണത്. നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടം കൂടി സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഡെൽന ലാസർ നൽകുന്നത്.